കൂഴച്ചക്ക കൂഴച്ചക്ക അടിപിടി ഇടിപിടി ഇടിപിടി അടിപിടി കൂഴച്ചക്ക കൂഴച്ചക്ക. എടി മോനിയെ എടി മോനിയെ കഥ തുറക്കടി. ഓ അല്ലേലും ഒരു സമയത്ത് ഇവിടെ വന്ന് വിളിച്ചാൽ കിട്ടുന്നില്ല. എടി കഥ തുറക്കടി. പക്ഷെ ഇത് എത്ര നേരമായി, പെട്ടെന്ന് തുറക്ക. പക്ഷെ നീ ഇത് എന്തോ കാണിക്കായിരുന്നു, എന്നെ വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ. കൂഴച്ചക്ക 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 കൂഴ. എടി നീ ചക്ക കണ്ടോ? ഓ എന്ത് ലാഭത്തിന് കിട്ടിയതാ. എവിടെ വെച്ചാ വാങ്ങിച്ചേ? ഓ വേറെ എവിടുന്നാ? ആ നമ്മുടെ ബാലേട്ടന്റെ കടയിൽ നിന്ന്. ആണോ? അവരാണെങ്കിൽ 500 രൂപ പറഞ്ഞതാ, ഞാൻ അതങ്ങ് 300 രൂപയ്ക്ക് ഉറപ്പിച്ചു. ഓ പഠിത്തതാണല്ലോ, എന്നാലും ലാഭം വെച്ചാ. ഇന്നലെ ആണെങ്കിൽ ആ നീന ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കും അവള് പറയുവാണേ ആനന്ദച്ചാനാണെങ്കിൽ 600 രൂപയ്ക്കാ പോലും ഈ ചക്ക വാങ്ങിട്ട് വന്നത്. അപ്പൊ നമുക്ക് ലാഭമല്ലേ? ആ അതേടി, ദൈവം നമുക്ക് അറിഞ്ഞു തന്നതാ. അപ്പൊ ആ നീനയ്ക്ക് അവളുടെ അച്ഛനൊക്കെ ഭയങ്കര കാശുണ്ട്. നമ്മൾ അങ്ങനെയാണോ? ആ അത് ശരിയാ. ഓ ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. എന്തായാലും ഇന്ന് രാത്രി തന്നെ നമുക്ക് മുറിക്കാം. അച്ചായൻ പോയി ഒന്ന് കുളിച്ചിട്ട് വാ, ഞാൻ അപ്പത്തേക്കും ചായ എടുത്ത് വെക്കാം. ഓ ഇനി പിന്നെ ആവട്ടെ. എടി നമ്മുടെ മോൻ എന്തിയേ? ഞാൻ ഇവിടെ ഉണ്ട് പപ്പ. നിങ്ങൾ ഇതിൽ കുളിച്ചില്ലേ മനുഷ്യ? ഓ നീയോ നടങ്ങടി. എളുപ്പം പോയി കുളിക്ക്, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവളയാ. അതിന് എന്തോ പ്രാർത്ഥനയാടി, ഇന്ന് കോട്ടേജ് മീറ്റിംഗ് ആണോ? നിങ്ങളത് മറന്നോ? ഇന്ന് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കാൻ പോവല്ലേ? എന്തായാലും ഇന്ന് നീയും ചെറുക്കനും കൂടെ പോ, ഞാൻ ഇച്ചിരി കിടക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പ്രാർത്ഥന എല്ലാ ആൾക്കാരും പോവും. പ്രാർത്ഥനയെ എല്ലാ രോഗങ്ങളും മാറും. അതൊക്കെ ശരിയാ, എനിക്കിന്ന് വയ്യ. അല്ലേ, ചക്ക കൊണ്ട് ചുമന്നുകൊണ്ട് വന്നപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നിയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ നമ്മുടെ പാസ്റ്റർ യോശുവനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ അതിനകത്ത് ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു പറഞ്ഞപ്പോ അച്ഛൻ അവിടെ കിടന്നു സ്തോത്രം ഹല്ലേലൂയ പറയുന്നുണ്ടായിരുന്നല്ലോ. എവിടെ പോയതെല്ലാം? ആ ഞാൻ സ്തോത്രമൊക്കെ പറയും. ഒരു സ്തോത്രം ഒന്നും ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പാസ്റ്ററിനെ പ്രസംഗിക്കാൻ ഒരു ഉഷാറൊന്നും വരത്തില്ല. ഇനിയിപ്പോ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉറങ്ങുവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ പാസ്റ്ററിന് കണ്ണടച്ച് പ്രസംഗിച്ചാലും ഉറങ്ങുന്ന ആരാന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്നാലും അച്ഛൻ പോയി കുളിക്ക്, ഞാൻ പോയി വെള്ളം ചൂടാക്കിട്ട് വരാം. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പോയി കുളിക്കാൻ. ഇത്രയും നേരം ടാപ്പും കളിച്ചോണ്ടിരിക്കുക. നിനക്കൊക്കെ ജിന്ദഗി പൂര ഈസി ഹോ ഗയാ നാ, तेरे को नेगले पे उसका. പോയി കുളിയടാ, പോയി കുളിക്കച്ചാ. ഓ ശരി. ആഹാ ഇതാര് ജോൺസൺ അച്ഛനോ? എന്താ പതിവില്ലാതെ നമ്മളെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. നിങ്ങൾ പോകുന്നില്ലേ പ്രാർത്ഥനയ്ക്ക്? ഓ അച്ഛാ, ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊന്ന് വിചാരിച്ചു ഇന്ന് വെളിയിൽ പോയി ഒന്ന് കഴിക്കാമെന്ന്. അപ്പൊ ആ വഴി ഒന്ന് പോയപ്പോ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് കേറിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ അച്ഛൻ എന്താ ഇരി. എന്തായാലും ഇന്ന് നമ്മളും പള്ളിക്ക് പോകുന്നില്ല. അയ്യോ എടി സൂസനെ, ഒത്തിരി നാളായല്ലോ നിന്നെ കണ്ടിട്ട്. എവിടെയായിരുന്നു നീ ഇത്ര നേരം? അതെ അച്ഛന് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ജോലിയായിരുന്നു, പിന്നെ ഞാനും മടിച്ചു. എന്തായാലും അച്ഛൻ ഇന്ന് വന്നതല്ലേ, ഇന്ന് ഞാനൊരു ചക്ക മേടിച്ചു. നമുക്കിന്ന് എല്ലാവർക്കും കൂടെ ചക്ക ഒന്ന് വെട്ടിത്തിന്നാം. എടി സൂസനെ, നീ കഴിഞ്ഞ പ്രാവശ്യം പ്രയർ മീറ്റിംഗിന് വന്നപ്പോ ആ സിസിലിയുടെ ചുരിദാർ നീ ശ്രദ്ധിച്ചോ? അയ്യേ ഒട്ടുവർക്കില്ലായിരുന്നു. ആ കയ്യിന്റെ അവന്റെ കയ്യില് ഒട്ടുവർക്കില്ലായിരുന്നു. എനിക്കറിയത്തില്ല, ആ പാസ്റ്റർ ആണെങ്കിലോ ഒന്നും പറഞ്ഞതുമില്ല. വസ്ത്രത്തിലൊന്നും അല്ല കാര്യം, ദൈവം ഹൃദയം വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ ഇവർക്കൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടെ. എന്തായാലും ചക്ക മുറിക്കും. അങ്ങനൊന്നല്ല മനുഷ്യ, ഞങ്ങൾ ദൈവമക്കളല്ലേ, ഞങ്ങൾ യോഗ്യമായ ഒരു വസ്ത്രം ധരിക്കണം. അതെ അതെ ശരിയാ, അല്ലെങ്കിൽ ലോകക്കാര് കാണിക്കാൻ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഒന്ന് നിർത്തടി മോനി. ചക്ക മുറിക്കാൻ പോകുമ്പോഴാ അവളുടെ ഒരു ഉപദേശം. എടാ ഡെന്നിയെ, ആ കത്തി എടുത്തോളാ. ചേച്ചി നല്ല വലിയ ചക്കയാണല്ലോ ഇത്. ആടി, നമ്മുടെ ഇച്ചാന്റെ ലാഭത്തിനെ കിട്ടിയതാ. ആ നീനയൊക്കെ അവന് നീനൊക്കെ കിട്ടിയത്. നമുക്ക് എന്ത് ലാഭം? ആ കത്തിങ് എടുത്ത്.
ഓ അച്ഛാ, ഞാൻ വെട്ടാന്നേ. അയ്യോ അച്ചായ ഇത് കൂഴച്ചക്കയാണല്ലോ. ഓ, അതൊന്നും ഒരു പ്രശ്നമാണോ? നിങ്ങൾക്ക് ഏത് ചക്കയായാലും ഇഷ്ടമാണ്. ഓ, സഹോദരി ഒന്ന് ഒരു പ്ലേറ്റ് ഒന്ന് കൊണ്ടുവന്നേ, നമുക്കിത് മുറിച്ച് കഴിക്കാം. എല്ലാരും നിന്നെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? ഇവിടുത്തെ തേനീച്ച പാടുവാ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. ശരിയാണല്ലോ. കണ്ടോ, ഈച്ചകള് ദൈവത്തെ പാടി ആരാധിക്കുന്നു, നമ്മളോ ഇവിടെ ചക്ക തിന്ന് രസിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു, അവരെന്നോട് മത്സരിക്കുന്നു.